ലഭ്യമായിട്ടില്ല. പരിണാമാത്മക വ്യാഖ്യാനങ്ങൾ ഭാവനാസമ്പന്നമായ ഊഹങ്ങളിലുപരി മറ്റൊന്നുമല്ലതാനും. ഉരകങ്ങളിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചത് എന്ന് പരിണാമവാദികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ജീവജാതികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടക്കണ്ണികളൊന്നും തന്നെയില്ല. ഉരകങ്ങളുടെ ശരീരം കടുത്ത ശൽക്കങ്ങളാൽ പൊതിയപ്പെട്ടവയാണ്. എന്നാൽ പക്ഷികളുടെ തൂവലുകളാവട്ടെ നേരത്തെ വിശദീകരിച്ചതുപോലെ അതിസങ്കീർണമായ ഘടനയുള്ളതാണ്. അവയ്ക്ക് ഉരകങ്ങളുമായി ലളിതമായ സാമ്യം പോലുമില്ല. ശൽക്കങ്ങളും തൂവലുകളും തമ്മിലുള്ള ഇടക്കണ്ണിയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. അത്തരമൊന്ന് ജീവികളിലോ ഫോസിലുകളിലോ കണ്ടിട്ടുമില്ല. പക്ഷികളും ഉരകങ്ങളും തമ്മിൽ വേർതിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയിലൊന്നാണ് ശ്വസന വ്യവസ്ഥ. നമ്മുടേതുപോലെ തന്നെ ഉരകങ്ങൾ വായു ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുന്നത് ശ്വാസകോശത്തിലൂടെയാണ്. ഇത് സാധ്യമാകാൻ കൗതുകകരമായ ഒരു വ്യവസ്ഥ തന്നെ പ്രവർത്തിക്കുന്നു. എന്നാൽ പക്ഷിയുടെ ശ്വാസകോശത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ധാരാളം ഒഴിഞ്ഞ വായുസഞ്ചികളുണ്ട്. ഇവ ചെറിയ സഞ്ചികളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷി ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലും പുറകിലുമുള്ള വായുസഞ്ചികളിലും വായു നിറയുന്നു. അതേസമയം ഉപയോഗിക്കപ്പെട്ട വായു ശ്വാസകോശത്തിന്റെ മുൻവശത്തുള്ള വായുസഞ്ചികളിലൂടെ നിശ്വസിക്കപ്പെടുന്നു. പക്ഷി ശ്വസിക്കുമ്പോൾ മുൻവശത്തുള്ള സഞ്ചികൾ നിറയുന്നു. ഉപയോഗിച്ച വായു നിശ്വസിക്കപ്പെടുന്നു. അറ്റത്തുള്ള സഞ്ചികൾ പുതിയ വായുവിനാൽ നിറക്കപ്പെടുന്നു. അങ്ങനെ ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും സദാ ശുദ്ധവായു ലഭ്യമായി കൊണ്ടേയിരിക്കും. ഈ വ്യവസ്ഥ പ്രകാരം സുസജ്ജമായി പ്രവർത്തിക്കുന്ന അതിസൂക്ഷ്മമായ അനേകം ഘടകങ്ങൾ പ്രവർത്തന നിരതമായിരിക്കും. ഉദാഹരണത്തിന് സഞ്ചികൾക്കും ശ്വാസകോശത്തിനുമിടയിൽ ചെറിയ വാൽവുകളുണ്ട്. ഇത് ശരിയായ ദിശയിൽ വായു സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നാം കണ്ടതുപോലെ തന്നെ ഈ സങ്കീർണമായ വ്യവസ്ഥ പക്ഷിയുടെ നിരന്തരമായ ഓക്സിജൻ ആവശ്യത്തെ കണക്കിലെടുത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ ഡിസൈൻ തന്നെ മതി പരിണാമ സിദ്ധാന്തത്തെ തകർത്തെറിയാൻ. പ്രസ്തുത സിദ്ധാന്തം അവകാശപ്പെടുന്നത് പോലെ പടിപടിയായി പക്ഷിയുടെ ശ്വസന വ്യവസ്ഥ ഉയർന്നു വരികയെന്നത് അസാധ്യമാണ്. എന്തെന്നാൽ വായുസഞ്ചികൾ, യോജിപ്പിക്കുന്ന ട്യൂബുകൾ, വാൽവുകൾ എന്നിവ പൂർണ്ണമായി നിലവിൽ വരുന്നതുവരെ ജീവിക്ക് ശ്വസിക്കാൻ തന്നെ കഴിയില്ല. പക്ഷികളുടെ പ്രത്യേക ശ്വസന വ്യവസ്ഥ അവയിൽ ഒറ്റയടിക്ക് തന്നെ രൂപം കൊണ്ടതാകാനേ തരമുള്ളൂ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവ നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷികളുടെ തൂവലുകൾ, ചിറകുകൾ, ശ്വാസകോശം എന്നിവ പരിണാമാത്മകമായി വിശദീകരിക്കാനാവില്ല. അതിനാൽ പരിണാമവാദികൾ ഏതാനും ഫോസിലുകൾ മാത്രം വെച്ച് ഭാവനാത്മകമായ കഥകൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഈ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഫോസിലുകൾ ആർക്കിയോപ്റ്ററിക്സിന്റേതാണ്. ഇത് ഏതാണ്ട് 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പക്ഷിജാതിയാണ്. ഡാർവിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പായി കണ്ടെടുക്കപ്പെട്ടതാണ് ഈ ഫോസിൽ. അതിനുശേഷം വളരെ വ്യാപകമായി തന്നെ പരിണാമത്തിനുള്ള തെളിവായി ആർക്കിയോപ്റ്ററിക്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പരിണാമവാദികളായ ഫോസിൽ വിദഗ്ധന്മാർ അവകാശപ്പെടുന്നത് ഇവക്ക് പക്ഷിയുടെയും ഉരകത്തിന്റെയും സ്വഭാവങ്ങളുണ്ടെന്നാണ്. എന്നാൽ ശേഷമുള്ള ഓരോ കണ്ടെത്തലുകളും ഈ അവകാശവാദത്തെ തകർത്തെറിയുന്നവയായിരുന്നു. ആർക്കിയോപ്റ്ററിക്സിന്റെ തൂവലുകളും അസ്ഥിഘടനയും ആധുനിക പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. 1983 ടെക്സാസിൽ കണ്ടെത്തിയ മറ്റൊരു ഫോസിൽ പ്രോട്ടോ ആവിസ് ആർക്കിയോപ്റ്ററിക്സിനേക്കാൾ 75 മില്യൺ വർഷം പഴക്കമുള്ളവയാണ്. ഇത് പക്ഷികളിലെ ആദിമനായുള്ള ആർക്കിയോപ്റ്ററിക്സിന്റെ പ്രതിഷ്ഠാപനത്തെ
ഒന്നുകൂടി തകർത്തെറിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയ തെളിവുകൾക്ക് വിരുദ്ധമായിട്ടുകൂടി ഉരകങ്ങളിൽ നിന്ന് പക്ഷികൾ രൂപം പ്രാപിച്ചു എന്ന ധാരണ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകത്വം നേടാൻ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു തട്ടിപ്പിനുദാഹരണമാണ് ആർക്കിയോപ്റ്ററിക്സ് ഫോസിലിനെ പകുതി പക്ഷിയും പകുതി ദിനോസറും എന്നിങ്ങനെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ വിശദീകരിച്ചത്. ദിനോ പക്ഷിയുടെ ഒരു ഭാവനാത്മക ചിത്രവും മാഗസിൻ വരക്കുകയുണ്ടായി. ഇതൊക്കെ പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവായും വാദിക്കപ്പെട്ടു. പുതിയ പക്ഷി സമാന ഫോസിലുകൾ ദിനോസർ പരിണാമത്തിലെ വിട്ടുപോയ കണ്ണി എന്നാണ് 1999 നവംബറിലെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ പറഞ്ഞത്. നാഷണൽ ജിയോഗ്രാഫിക്കിൽ പ്രത്യക്ഷപ്പെട്ട ഇതേ ചിത്രം തന്നെ ലോകമെങ്ങുമുള്ള മറ്റു പല വർത്തമാന പത്രങ്ങളും പരിണാമത്തിനുള്ള തെളിവായി ചൂണ്ടിക്കാണിച്ചിരുന്നു. രണ്ട് വർഷത്തിന് ശേഷമാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത പുറത്തുവന്നത്. പ്രസ്തുത ഫോസിൽ ശാസ്ത്രത്തിന്റെ പേരിലുള്ള ഒരു തട്ടിപ്പായിരുന്നു. പരസ്പര ബന്ധമില്ലാത്ത വിവിധ ജന്തുക്കളുടെ 5 അസ്ഥികൂടങ്ങളുടെ സങ്കലനമായിരുന്നു പ്രസ്തുത ഫോസിൽ. പ്രസ്തുത ഫോസിൽ പരിണാമത്തിനുള്ള തെളിവായി ഉന്നയിച്ച പല മാസികകൾക്കും പിന്നീടത് തട്ടിപ്പായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വന്നു. നാഷണൽ ജിയോഗ്രാഫിക് മാഗസിനും നേച്ചർ വാരികയും BBC ന്യൂസ് ഓൺലൈനുമെല്ലാം ഇത് തുറന്നു പറഞ്ഞു. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പരിണാമ സിദ്ധാന്തത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ നിരവധി ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ്. സിദ്ധാന്തത്തിന് അനുരൂപമായി നുണകൾ മെനഞ്ഞെടുക്കേണ്ടി വരുന്നതിന് കാരണം ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം തന്നെയാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെയോ ഫോസിൽ രേഖകളെയോ നിരീക്ഷിച്ചാൽ പരിണാമ സിദ്ധാന്തം അന്ധമായ വിശ്വാസം മാത്രമാണ് എന്ന് മനസ്സിലാകും. സൃഷ്ടിയുടെ തെളിവുകളും ലഭിക്കും. പക്ഷികളും ഇതുതന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ജീവജാലങ്ങൾ ആകസ്മികതയുടെ ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് സൃഷ്ടാവായ തമ്പുരാന്റെ ബോധപൂർവമുള്ള സൃഷ്ടിയാണ്. പക്ഷികൾ പറന്നു തുടങ്ങുന്ന രീതി, അവയുടെ ശരീരത്തിന്റെ വായുബലതന്ത്രത്തിന് അനുയോജ്യമായ വിധം സംവിധാനിക്കപ്പെട്ട ഘടന, അവയുടെ അസ്ഥികളുടെ സ്വഭാവങ്ങൾ, അവയുടെ തൂവലുകൾ, ഹമ്മിംഗ് ബേർഡിന്റെ മൂർച്ചയേറിയ തൂവലുകൾ, വി ആകൃതിയിലുള്ള ദേശാന്തരഗമന പക്ഷികളുടെ പറക്കൽ, അവയുടെ വ്യോമയാന വ്യവസ്ഥ, അവയിലെ വിവിധ പറക്കൽ ടെക്നിക്കുകൾ, ലോക ചാമ്പ്യന്മാരായ അത്ലറ്റുകളെക്കാൾ വേഗത്തിലുള്ള നീന്തലുകാർ, പക്ഷികളുടെ തൂവലുകളിലെ മനോഹരമായ പാറ്റേണുകൾ തുടങ്ങിയവയാണ് നാം ചർച്ച ചെയ്തത്. സുപ്രധാനമായൊരു സത്യത്തിനും നാം ദൃക്സാക്ഷികളായി. അല്ലാഹുവിന്റെ സൃഷ്ടി പരിപൂർണമായും കുറ്റമറ്റതാണ്. അവന്റെ കലയും ശക്തിയും എവിടെയും പ്രകടമായിരിക്കുന്നു. പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ. അല്ലാഹു പറയുന്നത് കാണുക. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അല്ലാഹുവാകുന്നു 7 ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായതും സൃഷ്ടിച്ചവൻ. അവക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങുന്നു. അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും ഏതു വസ്തുവെയും ചൂഴ്ന്നറിയുന്നവനായിരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി